ഹലോ, ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകണം. ഈ ട്രിപ്പിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളെ കൂടെ കുട്ടികളില്ലാണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. കുട്ടികളൊക്കെ ചെറിയൊരു യാത്രയാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂടെ കുട്ടികളുണ്ടായിരിക്കും. അവരെ കൂട്ടാതെ ഞങ്ങൾ എവിടെയും പോകാറില്ല. അപ്പോൾ ബുള്ളറ്റ് എടുത്ത സമയം മുതൽക്കൊരാഗ്രഹമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊരു ട്രിപ്പ് പോകണമെന്ന്. അപ്പോൾ ദൂരെയൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ച് വരുന്നതിന് മുന്നേ എത്തുകയും വേണം. അപ്പം ഞങ്ങളിത് പോയത് ഞങ്ങൾ വീണ്ടും ഹൊറിസോൺ ഹിൽസിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. അവിടുത്തെ ആ മയിലുകളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ കോഴികൾ നടക്കുന്ന പോലെ നടക്കുന്നുണ്ടായിരുന്നു മയിലുകളൊക്കെ റോഡ് സൈഡിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പോയപ്പോൾ നല്ലൊരു സ്ഥലത്ത് എത്തിയേ. നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് മുന്നേ ഞങ്ങൾ ഇവിടെ എത്രയോ തവണ ഇതിൽ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇതേപോലെ പോകുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ നല്ലൊരു സ്ഥലം. പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ സാധാരണ ലവേഴ്സൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെയുള്ള ആളുകൾ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, രണ്ട് കുട്ടികളുടെ പാരൻസ് ആണെന്നൊന്നും അറിയാണ്ട് അവരെന്തൊക്കെയോ ഇങ്ങനെ പറയണ്ടായി. ഇതൊന്നും ഇവിടെ നടക്കില്ല, ഇവിടെ പോലീസ് വരുന്ന സ്ഥലമാണ്, ഇവിടെ മഫ്തിയിലാണ് പോലീസ് വരിക, അങ്ങനെ എന്തൊക്കെയോ പറയണ്ടായി. അപ്പം ഞങ്ങളടുത്ത് നേരിട്ട് പറയുകയാണെങ്കിൽ അവരെ ഒന്ന് ചമ്മിക്കാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം ഞങ്ങൾ മൊബൈലിൽ ഫാമിലി ഫോട്ടോ ഒക്കെ കാണിക്കാൻ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് പറയാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവർ നേരിട്ട് നമ്മളടുത്ത് വന്ന് പറയാതെ ഞങ്ങളടുത്ത് വന്നിങ്ങനെ പറഞ്ഞു ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ കേട്ടപ്പോൾ ഒരു രസം, അവരാണല്ലോ ചമ്മുന്നത് എന്നുള്ള ഒരു രസമൊക്കെ. അങ്ങനെ അവിടെ പോയപ്പോൾ കണ്ട ചെടികളൊക്കെയാണ് ഇതൊക്കെ. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരില്ല. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കാനൊക്കെ എടുത്ത ചെടികൾ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല രസം. ഈ കായ്ക്ക് നമ്മൾ ചെറുപ്പത്തിൽ തിന്നാനൊക്കെ എടുക്കലുണ്ടായിരുന്നു ഞങ്ങളൊക്കെ. അറിയില്ല അത് പഴുത്ത് കഴിഞ്ഞ് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലൊരു നല്ലൊരു പൾപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ ഇഷ്ടംപോലെ തുമ്പ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എവിടെയും കാണാത്ത സാധനമാണ്. അതേപോലെ ഈ ഒരു ചെടി നിങ്ങൾക്ക് അറിയില്ലേ, യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. ഈ ഒരു പൂവ് പണ്ടിത് കാണുമ്പോഴൊക്കെ എനിക്ക് പഴയ കാലം ഓർമ്മ വരും. കാരണം എൻ്റെ ഏട്ടൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ ഇഷ്ടം പോലെ അത് പറിച്ചു കൊണ്ടുവരുമായിരുന്നു മഞ്ഞ കളറിൽ. ഈ എന്താ പറയുക, തെച്ചീൻ്റെ കായ ഒക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എത്രയോ തവണ എടുത്ത് കഴിച്ചിട്ടുണ്ട് അല്ലേ. ഇത് ഈ കുഞ്ഞി കായ നോക്കിയേ, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോഴും ഇങ്ങനെ വായിൽ വരിക. അതൊക്കെ വെറുതെ എടുത്ത് കടിച്ച് തിന്നുന്ന സാധനങ്ങളായിരുന്നു. ഈ ചെടികൾ, ഈ പൂക്കൾ, അപ്പേൻ്റെ ഇല, ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. നന്നാറീൻ്റെ ഈ ഇലയില്ലേ, ഈ വള്ളി ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഈ വള്ളി പിടിച്ച് പറിച്ച് കൊണ്ടുവരും. എന്തിനാണ്? നന്നാറീൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്, അതിൻ്റെ വേരിനൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പോൾ നേരെ എത്തിയതൊരു നല്ലൊരു പാടത്തേക്കാണ്. എന്ത് ഫീലാന്ന് പറയുമോ. ഒന്നാമത് അവിടെ ഇന്ന് ആളും മനുഷ്യനും ഇല്ല, നല്ല കാലി സ്ഥലം, നല്ല രസമുണ്ടായിരുന്നു അതിലൂടെ ഉള്ള യാത്ര. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അതിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡും പാടം, വെള്ളം ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല റോഡും കേട്ടോ. അതിലിങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇങ്ങനെ പോയി ഓരോ കഥകൾ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ കല്യാണത്തിന് മുന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ഒറ്റയ്ക്ക് ഇതേമാതിരി കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് തിരക്കായി, കുട്ടികളായി, എല്ലാ സ്ഥലത്തും മോനും മോളും ആയി. ഒരുമിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ പോകാറേ ഇല്ല. അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു സ്ഥലം. ഇവിടെ ഒരു കുടുങ്ങിയൊരു വഴിയായിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയി സത്യം പറയാൻ പേടിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലമായിട്ട് ആ ഒരു കുടുങ്ങിയ ഇടവഴിക്ക് പോയപ്പോൾ നേരെ എത്തിയത് നല്ലൊരു പുഴ. ആ പുഴേൻ്റെ അടുത്ത് തന്നെ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണൊരു വീടൊക്കെ ഉണ്ട്. കാണുമ്പോൾ എന്തോ ഒരു ഫീലൊക്കെ. ആ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ വീടൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ മുമ്പ് എപ്പോഴോ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അന്ന് ആ വീട് പകുതി പൊളിഞ്ഞ നിലയിലായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും പൊളിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഒരു ആൾതാമസമില്ലാത്ത അത്രയും ഒരു പേടിയൊക്കെ, ഒരു പ്രേത വീടൊക്കെ പോലെ. ഇതാട്ടോ കൊട്ടപ്പഴം എന്ന് പറയുന്ന സംഭവം. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞങ്ങൾക്ക് ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. ഇതാണ് കൊട്ടപ്പഴം. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്നിങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു വീട് കണ്ടത്. ഇങ്ങനത്തെയൊക്കെ വീടുകൾ എനിക്കും അതേ ഹസ്ബൻഡിനും ഇങ്ങനത്തെ വീടുകളൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീലാണ്, പഴയ വീടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറി ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു യാത്രകളൊക്കെ നടത്തണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസസ് അറിയാൻ പോകുന്നത് സ്കൂൾ വിട്ട് അവർ വരുമ്പോഴായിരിക്കും. എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. ഞാൻ ഈ കാണിച്ചു തന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ. നിങ്ങളും ഇതുപോലെ യാത്രകളൊക്കെ നടത്താറുണ്ടോ? അപ്പോൾ വീണ്ടും കാണാം. ബായ്.